അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത് ദൈവത്തെ അങ്ങനെ യുക്തി കൊണ്ടല്ല, ഇങ്ങനെ നമ്മൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കണം. 7-8 വർഷത്തോളം നിരീശ്വരവാദിയായിരുന്നു ഞാൻ. എങ്ങനെ അതിൽ നിന്ന് ഒരു വിശ്വാസിയായി മാറി എന്ന് പറയാനായിട്ടാണ്. എൻ്റെ ഉള്ളിലേക്ക് വന്ന ഒരു എന്തെന്നില്ലാത്തൊരു സമാധാനം, സന്തോഷം, കാര്യങ്ങളുണ്ട്. ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണുന്ന പലരും ഒന്നെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്നെ മുൻപ് കണ്ടിട്ടുള്ളവരായിരിക്കും, എന്നെ നിഷിദ്ധമായി വിമർശിച്ചിരുന്ന വിശ്വാസികളായിരിക്കും, അല്ലെങ്കിൽ പുതുതായി കാണുന്നവരായിരിക്കും. പുതുതായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് അരുൺ. ഞാൻ ഒരു പെന്തക്കോസ്ത് വിശ്വാസിയായിരുന്നു. അതിനുശേഷം ഒരു കാലഘട്ടത്തോളം 7-8 വർഷത്തോളം നിരീശ്വരവാദിയായിരുന്നു. ഇപ്പോൾ ഈ ഒരു 7-8 വർഷത്തിന് ശേഷം റീസെൻ്റ്ലി മെയ് തൊട്ടാണെന്ന് തോന്നുന്നു ഞാൻ കുറച്ച് വീഡിയോസൊക്കെ നിരീശ്വരവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ, ഈ ഒരു പെന്തക്കോസ്ത് വിശ്വാസത്തെ വിമർശിക്കുന്ന രീതിയിൽ കുറച്ച് വീഡിയോസ് ഇട്ടിരുന്നു. പക്ഷേ റീസെൻ്റ്ലി ആണ് ഞാൻ ഒരു പാസ്റ്ററിൻ്റെ ഒരു പ്രാർത്ഥന ഓഡിയോ ആയിട്ട് കേൾക്കുന്നത്. ആ ഒരു പ്രാർത്ഥന എന്തായാലും ഞാൻ നിങ്ങളെ ഇപ്പോൾ കേൾപ്പിക്കാം. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം, ഞാൻ എങ്ങനെ അതിൽ നിന്ന് ഒരു വിശ്വാസിയായി മാറി എന്ന് പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ. പല നിരീശ്വരവാദികളും ഒരുപക്ഷെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു പ്രാർത്ഥന കേൾക്കുന്നതിന് മുൻപായിട്ട് കഴിയുമെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്വസ്ഥമായൊരു സ്ഥലത്ത് പോയിട്ട് കണ്ണടച്ച് ഈ പ്രാർത്ഥനയൊന്ന് നന്നായി കേട്ടാൽ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. എനിവേ, ഞാനത് ഫോഴ്സ്ഫുള്ളി അങ്ങനെ പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നമുക്ക് ആ ഒരു പ്രാർത്ഥന കേൾക്കാം. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിന്നെ വിടിവിക്കുവാൻ ശക്തനായവൻ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ. ഇതിലിപ്പോൾ അധികമായിട്ടൊന്നും ഇല്ലല്ലോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും. ഇത് കേട്ട് കഴിയുമ്പോഴത്തേന് ഇതിലെന്താ ഇത്ര സംഭവം, ഇത് കേട്ടിട്ട് എങ്ങനെയാണ് നിങ്ങൾക്കൊരു വിശ്വാസിയാകാൻ കഴിയുന്നത്? പക്ഷേ ഞാനിത് കേട്ട സമയത്ത്, ഞാൻ പറഞ്ഞ പോലെ ഒരു കണ്ണുമടച്ച് സ്വസ്ഥതയിലിരുന്ന് ഞാനിത് കേട്ട ഒരു സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് വന്ന ഒരു എന്തെന്നില്ലാത്തൊരു സമാധാനം, സന്തോഷം, കാര്യങ്ങളുണ്ട്. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത് ദൈവത്തെ അങ്ങനെ യുക്തി കൊണ്ടല്ല, ഇങ്ങനെ നമ്മൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കണം എന്നൊരു കാര്യം ഞാൻ അങ്ങനെ ഫീൽ ചെയ്തത് ഈ ഒരു ഇത് കേട്ടതിന് ശേഷമാണ്. അപ്പോൾ ഞാനിതിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിന്, ഇപ്പോൾ നമ്മൾ മാത്രം രക്ഷപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ ചുറ്റുമുള്ളവർ ചിലപ്പോൾ മറ്റ് പല വിശ്വാസത്തിലുണ്ടായിരിക്കും, അവർക്കും ഞാനിത് അയച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ എൻ്റെ ഒരു സുഹൃത്ത് ഓൾറെഡി ഇത് കണ്ടിരുന്നു. അപ്പോൾ പുള്ളി അയച്ചു. നമ്മളൊരു ഓഡിയോ മാത്രം കാണുന്നതിലും കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടുന്നൊരു കാര്യമാണ് ഒരു വീഡിയോ കാണുമ്പോൾ, വിഷ്വലൈസ് ചെയ്തുള്ള കാര്യങ്ങൾ കാണുമ്പോഴത്തേനും. കാരണം അത് നമ്മൾ കണ്ടുകൂടെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ ആ ഒരു ഫുൾ പാർട്ടായിട്ട് ഞാൻ കാണിക്കാം. പ്രാർത്ഥിച്ച ആ സാധനം ഒന്ന് കാണിച്ചു, ശരിക്കും കാണിച്ചു. കൊള്ളാം കേട്ടോ. യേശുവിൻ്റെ നാമത്തിലുള്ള പ്രവർത്തനമല്ലേ? ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. പോലീസുകാർക്ക് സത്യം പറഞ്ഞ കാര്യം മനസ്സിലായില്ല. പുള്ളി ഓൾമോസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. പുള്ളിയുടെ ആ ഒരു വൈബിലേക്ക് പുള്ളി ഇങ്ങനെ എത്തുന്നേ ഉള്ളായിരുന്നു. പക്ഷെ പോലീസുകാർക്ക് അത് മനസ്സിലായില്ല, കണ്ട് ശീലമില്ലല്ലോ. പറഞ്ഞത് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിന്നെ വിടിവിക്കുവാൻ ശക്തനായവൻ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ. ഇത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഓർമ്മ വന്നത് പണ്ടൊരു ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട്. അതിൻ്റെ പേര് കാര്യങ്ങൾ അറിയത്തില്ല, ഏത് ലാംഗ്വേജ് ആണെന്നും അറിയത്തില്ല. ഒത്തിരി പേർക്ക് അറിയാം, റിബ 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 റിബല്ല പക്ക. ആ ഒരു പാട്ടാണ് എനിക്ക് ഇത് കേട്ടപ്പോൾ ഓർമ്മ വന്നത്. അപ്പോൾ എൻ്റെ അവസാനത്തെ വീഡിയോയിൽ എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് സൈക്കോളജിക്കലി വൾണറബിളായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്താണ് ഇവരുടെ സുവിശേഷം അറിയിക്കുന്നതെന്ന്. പക്ഷേ അല്ല, സൈക്കോളജിക്കലി കുറച്ചുകൂടെ ബോൾഡായിട്ടുള്ള പോലീസുകാരുടെ അടുക്കൽ ചെന്ന് ജയിലിൽ ഷട്ടില്ലാതെ അവിടെ നിലത്തിരുന്നുകൊണ്ട് ഹാൻഡ് കഫ് ഇട്ടുകൊണ്ടാണ് സുവിശേഷം അറിയിക്കുന്നത്. എത്ര മഹത്തരമായൊരു സുവിശേഷ പ്രവർത്തനമാണ്. ഞാൻ പറയുന്നത് കൂടുതൽ പാസ്റ്റർമാർ ഇങ്ങനെ ഉള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങണം. നിങ്ങളിങ്ങനെ സൈക്കോളജിക്കലി വൾണറബിളായിട്ടുള്ളവരെ മാത്രം നോക്കാതെ ബാക്കിയുള്ളവരിലേക്കും സുവിശേഷം എത്തിക്കുക കഴിയുന്നത്. സംഭവം വേറൊന്നുമല്ല, മനോരമയുടെ ന്യൂസ് ചാനലിൽ വന്ന ഒരു ന്യൂസാണിത്. അപ്പോൾ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാസ്റ്റർ പ്രാർത്ഥിക്കാനായിട്ടാണ് ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. പ്രാർത്ഥനയുടെ ഇടയിൽ പുള്ളി നൈസായിട്ട് അവരുടെ മാലയും തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി വഴിക്ക് പോലീസ് ഓടിച്ചിട്ട് പിടിച്ച് ജയിലിൽ ചെന്നപ്പോൾ ജയിലിലും വിടാതെ സുവിശേഷം പറയുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. എങ്ങനെയുണ്ട് ദൈവത്തിൻ്റെ ഓരോരോ ലീലാവിലാസങ്ങളെ?
പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് കൊണ്ടായിരിക്കും പുള്ളി ഇങ്ങനെ ചെയ്തത്. നിനക്ക് ജീവിക്കാൻ വഴിയില്ല, നീ ഒരു കാര്യം ചെയ്യ്, അവിടെ ചെന്നിട്ട് അവരുടെ മാല തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിക്കോ, ബാക്കിയെല്ലാം ഞാൻ സെറ്റാക്കിയേക്കാം. പുള്ളിക്കിപ്പോൾ ഇവിടുത്തെ ജയിലിൽ കടന്നുകൊണ്ട് ഇപ്പോൾ എന്താണ് പ്രശ്നം? യാതൊരുവിധ പ്രശ്നമില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം, ഇവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് ലോകത്തിലല്ല. അപ്പോൾ പിന്നെ ഇവിടുത്തെ ജയിലിൽ കടന്നെന്ന് വെച്ചാൽ അവർക്കൊരു യാതൊരുവിധ പ്രശ്നമില്ല. ഇവിടുന്ന് അങ്ങ് മരിച്ച് സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോഴത്തേനും സ്വർഗത്തെ സീറ്റുണ്ട്. ഇവിടെ നിങ്ങൾ രാജാവായിട്ട് ജീവിച്ചോ, ദരിദ്രനായിട്ട് ജീവിച്ചോ, ഇനി ജയിലിൽ കിടന്നോ, കൊലപാതകം ചെയ്തോ, ഇതൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് മരണാനന്തരമാണ്. സ്വർഗത്തിലെത്തുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. പുള്ളി ഇപ്പോൾ മോട്ടിച്ചതിൽ എന്താ? അതിലിപ്പോൾ എന്താണ് ഇത്ര തെറ്റ്? ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്കല്ലേ അത് തെറ്റ്? എത്ര വലിയ കൊള്ളക്കാർ, പിടിച്ചുപറിക്കാർ, കൊലപാതകികൾ, പീഡകന്മാർ, കള്ളന്മാർ, ഇവരെല്ലാം സ്വർഗത്തിൽ ഓൾറെഡി സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇത് ചെറിയൊരു പ്രശ്നം ചെയ്തൊരു പാസ്റ്ററിന് ഇപ്പോൾ ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? പുള്ളിക്ക് എന്തായാലും സ്വർഗത്തിൽ സീറ്റുണ്ട്. അപ്പോൾ 7-8 വർഷം നിരീശ്വരവാദിയായിരുന്ന ഞാൻ ഒരു വിശ്വാസിയായി. കേവലം കുറച്ച് നിമിഷത്തേക്ക് ആ ഒരു ഓഡിയോ കേട്ട് അതിൻ്റെ ഒരു വീഡിയോ കാണുന്നത് വരെ ഞാൻ വിശ്വാസി ആയിരുന്നുള്ളൂ. എങ്കിൽ തന്നെയും അത്രയും നേരത്തേക്ക് ഒരു 7-8 വർഷത്തെ നിരീശ്വരവാദി വിശ്വാസിയാകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അല്ല, ഒരിക്കലും അല്ല. അപ്പോൾ ഇനിയും ഇതുപോലെ സുവിശേഷം അറിയിക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിലേക്കും ആളുകൾ ഇതുപോലെ കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. പണം, സ്വർണം, ആഭരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ മുമ്പിൽ പോയി നിൽക്കരുത്. എന്ത് സംഭവിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളുടെ സ്വത്തിനും ജീവനും നിങ്ങൾ തന്നെയാണ് സംരക്ഷണം. ഇപ്പോൾ പോലീസ്, നിയമം, വ്യവസ്ഥിതികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ ഗേറ്റിൽ വരുമ്പോഴേ പറയുക, സുവിശേഷമാണെങ്കിൽ ഇങ്ങോട്ട് എടുക്കണ്ട, പറ്റുമെങ്കിൽ ഒരു 10-500 കൊടുത്താൽ പറഞ്ഞു വിട്ടേക്കുക. ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് നിങ്ങളുടെ മാല പിടിച്ച് പറിച്ച് അത്രയും നഷ്ടം വരുന്നതിലും ഭേദമാണ് ഒരു 500 രൂപ കൊടുത്ത് പറഞ്ഞു വിടുന്നത്. അവർക്കും സന്തോഷം, ഒരു നേരത്തേക്കുള്ള ചായക്കുള്ള വകയുമായി. അങ്ങനെ ഒരു 10 സെക്കൻഡ് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ച് തക്കടുവിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. നിങ്ങളും തക്കടുവിനെ വിശ്വസിക്കുക. തക്കടുവിന് മറ്റ് സഹോദര സ്ഥാപനങ്ങളില്ല. അതുപോലെ തന്നെ ഇതേപോലുള്ള ഉപദേശിമാരോ പാസ്റ്റർമാരോ നിങ്ങളെ ഉപദേശിക്കാനായിട്ട് തക്കടു പറഞ്ഞു വിടാറുമില്ല. തക്കടുവിന് ഡയറക്റ്റ് കണക്ഷൻ ഓൺലി. നിങ്ങൾ തക്കടുവിനോട് പ്രാർത്ഥിക്കുക, തക്കടു നിങ്ങളോട് എന്ത് പറയുന്നു അതുമാത്രം ചെയ്യുക. തക്കടു വിശ്വാസത്തെ മുതലെടുത്ത് നിങ്ങളുടെ കാശ് പിടിച്ചു പറിക്കാനും നിങ്ങളെ പറ്റിച്ച് ജീവിക്കാനുമായിട്ടും ഒരു കൂട്ടർ ഉണ്ടാകും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി തക്കടു നേരത്തെ തന്നെ ഇതേപോലുള്ള ഇടനിലക്കാരെ കംപ്ലീറ്റ്ലി ഒഴിവാക്കി. നിങ്ങളപ്പോൾ ഇനി ആരെങ്കിലും വന്നാൽ തന്നെ തല്ലി ഓടിച്ചേക്കുക. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.